നമുക്കൊപ്പം വി എസ് രഞ്ജിത്ത് തുടരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, മനസ്സ് നിറഞ്ഞാണ് മടങ്ങുന്നത് ഓരോ അയ്യപ്പനും. തങ്ങൾ കാത്തിരുന്ന ആ നിമിഷത്തിന്റെ ആ പൂർണ്ണമായ വിശുദ്ധി മനസ്സിലേക്ക് ആവാഹിച്ചുകൊണ്ടല്ലേ അവരുടെ മടക്കം? സുജയ, തീർച്ചയായിട്ടും ശബരിമല തീർത്ഥാടനത്തിൻ്റെ അവസാനമാണ് ഈ പറയുന്ന വിളക്ക് ദിനം, മകരജ്യോതി തെളിയുന്ന ഈ മകരസംക്രാന്തി ദിനമെന്ന് പറയുന്നത്. ശബരിമല തീർത്ഥാടനത്തിൻ്റെ മുഴുവൻ പുണ്യവും ആവാഹിച്ചുകൊണ്ടാണ് ഭക്തലക്ഷങ്ങൾ ഇന്ന് മലയിറങ്ങാൻ പോകുന്നത്. അവരെ സംബന്ധിച്ച് ഭഗവാനെ ദർശിച്ചു, ഭഗവാന്റെ മഹാദീപാരാധന ദർശിച്ചു, ഭഗവാന്റെ മകരവിളക്കും മകരജ്യോതിയും ദർശിച്ച് ദർശന സായുജ്യമെന്ന് പറയുന്നത്, മോക്ഷ സായുജ്യമെന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഈ കാഴ്ചകളാണ്. ഓരോ ഭക്തനും ആത്മനിർവൃതിയോടുകൂടി ശരണമന്ത്രങ്ങൾ മുഴക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ ശബരിമല തീർത്ഥാടനത്തിൻ്റെ മാത്രമല്ല, ഈ മകരസംക്രമത്തിൻ്റെ ഒരു വലിയ പ്രത്യേകതയുണ്ട്. സംക്രമം എന്ന് പറയുന്നത് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ളൊരു സംക്രമമാണ്. അസതോമ സദ്ഗമയ എന്ന് പറയുന്ന മഹാമന്ത്രത്തിൻ്റെ സാക്ഷാത്കാരമാണ് ഇന്ന്. കാരണം ദക്ഷിണായനത്തിൽ നിന്ന് ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് ഭഗവാൻ ഈ സൂര്യൻ പ്രവേശിക്കുന്ന ഈ സമയമെന്ന് പറയുന്നത് പകലിന് ദൈർഘ്യം കൂടുന്ന, വെളിച്ചത്തിന് ദൈർഘ്യം കൂടുന്ന, വെളിച്ചത്തെ ആരാധിക്കുന്ന, ഭാരതത്തിൽ ഭാസിൽ രമിക്കുന്ന ഭാരതം എന്ന് പറയുന്ന വെളിച്ചത്തെ ആരാധിക്കുന്ന ഭാരതത്തിൽ ഓരോരുത്തർക്കും പ്രിയപ്പെട്ട മുഹൂർത്തമാണിത്. മഹാഭാരതത്തിൽ അർജുനന്റെ അമ്പേറ്റ് ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മാചാര്യർ കാത്തിരുന്നത് ഈ ഒരു മുഹൂർത്തത്തിന് വേണ്ടിയായിരുന്നു. ഈ നാളിൽ, ഈ മകരസംക്രമ ദിനത്തിൽ ഭക്തലക്ഷങ്ങൾ മകരവിളക്കിന്റെ മകരജ്യോതിയുടെ സായുജ്യം, ദർശന സായുജ്യം കൊണ്ട് നേടി. അതാ നോക്കൂ, സോപാനത്ത് ശ്രീകോവിലിന് മുന്നിൽ അയ്യനെ തൊഴുത് മടങ്ങുന്ന ഭക്തരെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു തീർത്ഥാടന കാലത്തിന്റെ പൂർണ്ണതയിലേക്ക് പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി, മകരവിളക്ക് ദർശനം കഴിഞ്ഞവർ മടങ്ങുകയാണ്.